ഹലോ ഫ്രണ്ട്സ്, ഭാവനാസ് ഫുഡ് ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തതായിട്ട് ഞാൻ മലയാളികളുടെ റെസിപ്പി ആയിട്ടുള്ള ഒരു 7 കോഴ്സ് ഡിന്നർ അല്ലെങ്കിൽ ലഞ്ച് റെസിപ്പി ആയിട്ടാണ് വരാൻ പോകുന്നത്. അതിൽ ചോറിനോട് കൂടെ പറ്റാവുന്ന മീൻകറി, മോരുകറി, ക്യാബേജ് തോരൻ, ബീഫ് വരട്ടിയത്, ചിക്കൻ പോപ്സ്, ക്യാബേജ് തോരൻ, സാലഡ് ഇതെല്ലാമായിട്ടാണ് ഇവിടെ വരാൻ പോകുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓരോരോ ദിവസം ഓരോരോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും കാണുക. താങ്ക് യു. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പല രീതിയിലും പല വെറൈറ്റിയിലും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ ഉപ്പും മുളകും മഞ്ഞളും മാത്രം പുരട്ടി ചിക്കൻ വേവിക്കാറുണ്ട്, ഫ്രൈ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ കുറച്ചുകൂടി ഒന്ന് വ്യത്യസ്തമായിട്ട് ഇച്ചിരി എന്താ പറയുക, ഒരു വേറെ രുചിയിലേക്ക് പോകുന്ന രീതിയിലാണ് ഞാൻ ചിക്കൻ ഫ്രൈ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് ഞാനിവിടെ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ വേണം ആവശ്യത്തിന്. ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാഡോ ഫ്രൈ ആണ് ചെയ്യുന്നത്. മല്ലിപ്പൊടി വേണം, കുരുമുളക് പൊടി, മുളക് പൊടി, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്. ഇത് മൈദയും 1/2 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ചും കൂടെ കൂടിയിട്ടുള്ള ഒരു പൊടിയാണ്, മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാൻ ഈ 3/4 കിലോ ചിക്കനിൽ ഉപ്പും ഈ എല്ലാ മസാലകളും എല്ലാം ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. ഒരു 2 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ കുറച്ചും കൂടെ ചിക്കനകത്തേക്ക് ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങി കുറച്ചുകൂടി ചിക്കൻ സോഫ്റ്റ് ആവും. കൂടെ കുറച്ച് തൈരോ കുറച്ച് നാരങ്ങാ നീരോ ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ചിക്കൻ കുറച്ചും കൂടെ ടെൻഡറാവും, ഭയങ്കര ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതിപ്പോൾ ഓൾറെഡി ഇതാക്കി വെച്ചിട്ടുണ്ട്, മാരിനേറ്റ് ചെയ്ത്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ചട്ടി നന്നായി ചൂടായി നമുക്കിനി എണ്ണ ഒഴിക്കാം. എണ്ണ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണേ. ഡീപ്പ് ഫ്രൈ അല്ല ഞാൻ ചെയ്യണേ, ഷാഡോ ഫ്രൈ ആണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇടാം. ഓക്കെ, അപ്പം ഫ്രൈ ചെയ്യാൻ ഒരു സെറ്റ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി വേവിച്ച ചിക്കൻ അല്ല, അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ സാവധാനം ഒരു 20 മിനിറ്റ്സ് മിനിമം എടുക്കും. 2 സൈഡും കൂടെ 10 മിനിറ്റ്സ്. ഒരു സൈഡിൽ ഒരു 7-8 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോരോ സൈഡും മിനിമം 8 to 12 മിനിറ്റ്സ് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യും. അപ്പം ചിക്കൻ ഫ്രൈ നന്നായിട്ട് മൊരിഞ്ഞു, 2 സൈഡും ഒക്കെയായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോട്ടിങ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ നോർമലി ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് ചെയ്യുന്നതിനും ഭയങ്കര ടേസ്റ്റുമാണ്, ഭയങ്കര സോഫ്റ്റായിരിക്കും ചിക്കൻ. ഈ രീതിയിൽ നമ്മൾ മാരിനേഷൻ ഇല്ല, എനിക്ക് 10 മിനിറ്റേ മാരിനേഷൻ ടൈം കിട്ടിയിട്ടുള്ളൂ. എന്നാലും ഭയങ്കര ടെൻഡറാണ്, നമ്മുടെ ജ്യൂസിയാണ് നമ്മുടെ ചിക്കൻ. ഈ ഒരു രീതിയിൽ ഈ ഒരു മസാലയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ നോർമലി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഹാർഡായിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്, പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് നന്നായിട്ട് വരും. ഫെയിൽ പ്രൂഫാണ്. ഒരിക്കലും നമുക്കിത് എന്താ പറയുക, കരിഞ്ഞു പോകും, നമ്മുടെ അശ്രദ്ധ കാരണം കരിഞ്ഞു പോകും എന്നുള്ളതല്ലാതെ ഈ ഒരു മസാലക്കൂട്ട് പെർഫെക്റ്റാണ് നമ്മുടെ ചിക്കൻ സോഫ്റ്റായിട്ട് വരാനും. അത് ഏത് സൈസിൽ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്ത് വാങ്ങിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ നോക്കുക.